ടൗണിൽ സെൻറ്റർ പറയുമ്പോൾ ഒക്കെ പറയും മഴക്കാലം വന്ന കോഴിക്കോട് വെള്ളക്കെട്ടാണ്, അതുകൊണ്ട് ടൗണിൽ സെൻറ്റർ നോക്കണ്ടെന്ന് കുറേ ആളുകളുടെ അഭിപ്രായം. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സിറ്റിയിൽ ഒരു സെൻറ്റർ ഉണ്ടെങ്കിലാണ് ആളുകൾക്ക് എളുപ്പത്തിൽ വരാനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റുള്ളൂ വേണമെന്ന്. ഞാൻ കോട്ടുളയിൽ നിന്ന് വെസ്റ്റ് ഹില്ലിലേക്ക് പോകുന്ന സമയത്ത് ഇൻ ബിറ്റ്വീനിൽ ടൗണിലെ ജാഫർ ഖാൻ കോളനിയിൽ ആ സ്ഥലത്തെത്തുമ്പോൾ, ആ ജംഗ്ഷനിലെത്തുമ്പോൾ എൻ്റെ മനസ്സിൽ സങ്കല്പം വരുമായിരുന്നു, ഇത് കുറച്ച് ഉയർന്ന ഭൂമിയാണല്ലോ, ഇവിടെ അങ്ങനെ വെള്ളക്കെട്ടൊന്നും ഇല്ലല്ലോ, എന്നും വെള്ളക്കെട്ടില്ലല്ലോ, പിന്നെ ഇവിടെ വേണം നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ കോഴിക്കോട് സെൻറ്റർ എന്ന്. ഞാൻ വന്നത് 1998 ഈശ്വര വിശ്വവിദ്യാലയത്തിൽ സമർപ്പണമാവുന്നത്. 99 കോഴിക്കോട് എത്തിച്ചേരുന്നതും ഇത്തരതായിട്ടുള്ള സങ്കല്പം വരുന്നതും. 2008 സ്വന്തം ബിൽഡിംഗ് കോഴിക്കോട്. അന്നത്തെ കാലഘട്ടം ഞാൻ ആ ഹിസ്റ്ററിയിലേക്ക് അധികം പോകുന്നില്ല, പക്ഷേ അന്നത്തെ നമ്മുടെ തോട്ട് പാറ്റേൺ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു മെത്തേഡായിരുന്നില്ല നമുക്ക്. മീൻസ് അറിഞ്ഞാലും അത് പ്രാക്ടിക്കലാക്കാനുള്ള ഒരു ഇൻസൈറ്റ് ഉണ്ടായിരുന്നില്ല. ആ ഇൻസൈറ്റോട് കൂടി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു 2008. ആ ഏത് സ്ഥലത്താണോ ഞാൻ ഇവിടെയാണ് ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്റർ, നമുക്കിവിടുത്തെ ഹെഡ് ഓഫീസ് ഉണ്ടാവേണ്ടതെന്ന് നിശ്ചയിച്ചോ അതേ സ്ഥലത്ത് ഇന്ന് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആ സെൻറ്ററിൽ നിന്നുകൊണ്ടാണ്. ഇനി കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഞാൻ കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ വരുമ്പോൾ വെസ്റ്റ് ഹിൽ ചുങ്കം എന്നൊരു സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളോട് ക്ലിയറായി പറയുന്നത് എൻ്റെ അനുഭവമാണ്, എനിക്ക് ഓപ്പണായി പറയാമല്ലോ.